എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷാ നടപടികൾ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ അപേക്ഷാ ഫോമുകൾ നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ നിന്ന് ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എയ്ഡഡ് അതായത് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഒരു HSCAP വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ന്യൂനപക്ഷ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം പ്രിൻസിപ്പൽമാർക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്കൊരു ഫോം കിട്ടും കമ്മ്യൂണിറ്റി കോട്ടയുടേത്. അതായത് ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാവില്ല. ഈ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയുടെ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോം കിട്ടും. ഫോം വാങ്ങി ഫില്ല് ചെയ്യുക. ഫോം വാങ്ങി ഫില്ല് ചെയ്ത ശേഷം വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സീറ്റിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത അതനുസരിച്ച് നിങ്ങളോട് സ്കൂളിൽ നിന്ന് വിളിക്കുകയും ചെയ്യും. അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും, അതായത് ഇവിടെ ഇന്ന സീറ്റ്, അതായത് നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാനുള്ള സൗകര്യം ചില സമയങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കും സ്കൂളിൽ നിന്ന്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിങ്ങളെ വിളിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് ചോദിക്കും, അതായത് ഇന്ന സീറ്റിന്, അതായത് ഈ ഒരു ബയോളജി സയൻസിന് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇന്ന സീറ്റിന് ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് അഡ്മിഷൻ നേടുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവിധ ഡോക്യുമെൻസും എടുത്തുകൊണ്ട് സ്കൂളിൽ വരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഒരു വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ അതായത് മെറിറ്റ് വഴിയുള്ള അഡ്മിഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള HSCAP വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിച്ച അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഇനി പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല. കാരണം ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പിന്നീട് നിങ്ങൾ അതായത് ഓൾറെഡി തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ പിന്നീട് മറ്റൊരു അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടില്ല. കാരണം ഓൾറെഡി തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടുന്നവരെ പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റോ മറ്റോ പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് നേടുന്നുണ്ടെങ്കിൽ അതായത് അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിനാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ലെങ്കിലും ഇഷ്ടപ്പെട്ട കോഴ്സിനാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോഴ്സ്, അതായത് നിങ്ങളോട് ചോദിക്കും സ്കൂളിൽ നിന്ന് ഹ്യൂമാനിറ്റീസിന് സീറ്റ് ഒഴിവുണ്ട് അല്ലെങ്കിൽ കൊമേഴ്സിന് സീറ്റ് ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഡ്മിഷനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിനും അതുപോലെ മറ്റേ TC എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് വരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ കോഴ്സ്, അതായത് ഇന്ന കോഴ്സിനാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയുള്ളത്. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റിൻ്റെ മുൻഗണനാക്രമത്തിൽ നിങ്ങളെ വിളിക്കും. അതായത് ഇന്ന കോഴ്സിന് വേണ്ടി നിങ്ങൾ വന്നിട്ട് അഡ്മിഷൻ നേടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സായിരിക്കണം ഈ ഒരു കിട്ടുന്നത്. അപ്പോൾ ഇന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് താല്പര്യമില്ല, നിങ്ങൾക്ക് ബയോളജി സയൻസാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കമ്മ്യൂണിറ്റി സീറ്റിൽ പോയിട്ട് കാര്യമില്ല. അതേസമയം ബയോളജി സയൻസിലാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളതെങ്കിൽ അതിന് പോകാം. ചില വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും താല്പര്യം, ചില വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ആയിരിക്കും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സ് ആണോ അഡ്മിഷൻ നേടാനായിട്ട് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അതല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ല, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ ഒരു 2 പ്രാവശ്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയ ശേഷം ആ ഒരു കോഴ്സ് എനിക്ക് വേണ്ട, എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് നാളെയാണ്, അതായത് മെയ് 29-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ ഈ ഒരു അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 5-ാം തീയതിയാണ്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സെലക്ഷൻ ലിസ്റ്റ്, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 9-ാം തീയതിയും അതുപോലെ നിങ്ങളുടെ അഡ്മിഷൻ ആരംഭിക്കുന്നത് ജൂൺ 10-ാം തീയതിയുമാണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് അതുവരെ അഡ്മിഷൻ കൊടുത്ത് കുറേ വിദ്യാർത്ഥികൾക്ക് അവിടെ ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ അതിനുശേഷം ബാക്കി ഒഴിവുള്ള സീറ്റുകളിലേക്ക് വീണ്ടും സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. അപ്പോൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷകൾ ആരംഭിക്കുന്ന തീയതി ജൂൺ 18-ാം തീയതിയും അതുപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ ഡാറ്റ എൻട്രി ആരംഭിക്കുന്നത് അന്നേ ദിവസം തന്നെ, അത് ജൂൺ 18-ാം തീയതിയുമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ട തീയതി എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 20-ാം തീയതിയും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് അതുപോലെ സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ
23-ാം തീയതിയാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി ജൂൺ 23 മുതൽ ജൂൺ 27-ാം തീയതി വരെയാണ്. അപ്പോൾ ജൂൺ 27-ാം തീയതിക്ക് ശേഷം കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം പൂർത്തീകരിച്ച ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ പൊതു മെറിറ്റായി സീറ്റായിട്ട് പരിവർത്തനം ചെയ്ത് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഒഴിവുകളോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 2 സപ്ലിമെൻ്ററി ഘട്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി സപ്ലിമെൻ്ററി ഘട്ടം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ അത്രയും സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുഖ്യഘട്ടത്തിൽ തന്നെ ആ ഒരു എല്ലാവിധ സ്കൂളുകളുടെയും സീറ്റുകൾ ഏകദേശം ഫില്ല് ചെയ്യും. പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട്, അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് സർക്കുലർ നോക്കാം. പിന്നോക്ക എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, ന്യൂനപക്ഷ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിൽ അതത് സമുദായത്തിൽപ്പെട്ട അപേക്ഷകരിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തേണ്ടതാണ്. സമുദായം തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റിലെ സമുദായ വിവരങ്ങൾ മതിയാകുന്നതായിരിക്കും. SSLC സർട്ടിഫിക്കറ്റിൽ നിന്നും വിഭിന്നമായ സമുദായമാണ് അവകാശപ്പെടുന്നതെങ്കിൽ പ്രസ്തുത വിവരം തെളിയിക്കുന്നതിന് റവന്യൂ അധികാരികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി ആവശ്യം വേണ്ടുന്ന പബ്ലിസിറ്റി നൽകി അതത് സമുദായത്തിൽപ്പെട്ടുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുവാനായിട്ട് പ്രിൻസിപ്പാൾമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് സോഫ്റ്റ്വെയർ ലഭ്യമാക്കുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് സെലക്ട് ലിസ്റ്റുകൾ നിർദ്ദിഷ്ട ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ പ്രസിദ്ധീകരിക്കുവാനും അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുവാൻ പാടുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട സ്കൂളുകളിലേക്ക് അതത് സമുദായങ്ങളിൽ നിന്ന് മതിയായ അപേക്ഷയില്ലെങ്കിൽ അങ്ങനെ ഒഴിവരുന്ന സീറ്റുകൾ നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം പൊതു മെറിറ്റ് സീറ്റായിട്ട് പരിഗണിച്ച് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ട് പരിവർത്തനം ചെയ്യുന്നതാണ്. ഇതിന് വിരുദ്ധമായി നടത്തുന്ന പ്രവേശനങ്ങൾ പുനഃപരിശോധിക്കുന്നതിനും ആവശ്യമെങ്കിൽ റദ്ദു ചെയ്യുവാനുമുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർ നിർദ്ദിഷ്ട ഷെഡ്യൂൾ പ്രകാരം പ്രത്യേക ക്ലാസ് മുറിയിൽ കമ്മ്യൂണിറ്റി കോട്ടയ്ക്കായി അഡ്മിഷൻ ഡെസ്ക് രൂപീകരിച്ച് പ്രവേശന നടപടികൾ രൂപീകരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ ഈ ഒരു ജൂൺ 5-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക. കാരണം ജൂൺ 9-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ജൂൺ 10-ാം തീയതിയാണ് അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു മെറിറ്റ് കോട്ടയിലേക്കും അതുപോലെ മറ്റേതെങ്കിലും കോട്ടയിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോട്ടയിലേക്കുമുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ ആ ഒരു പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.